ത്തെ വിചിന്തനത്തിന് അടിസ്ഥാനമായി സഭാപ്രസംഗി പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ നല്ലതല്ലോ. ഇപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിലും പാർക്കുന്ന കോടാനുകൂടി ആളുകളിൽ വെച്ചും ഇനിയും കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഈ ലോകത്തിൽ ജനിക്കുവാൻ പോകുന്ന ആളുകളിൽ വെച്ചും ഏറ്റവും വലിയ ബുദ്ധിമാനായ സോളമൻ രാജാവിന്റെ പ്രസ്താവനയാണ് ഇവിടെ നാം വായിച്ചത്. ജീവനുള്ള നായ ചത്ത സിംഹത്തേക്കാൾ നല്ലത് അല്ലോ. ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരും സിംഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എവിടെ വെച്ചാണ് നിങ്ങൾ കണ്ടത്? കൂട്ടുകാരുടെ ഭവനത്തിൽ സന്ദർശനത്തിന് ചെന്നപ്പോഴാണോ? സ്കൂളിൽ വെച്ചാണോ? കോളേജിൽ വെച്ചാണോ? ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു? വാഹനത്തിൽ വെച്ചായിരുന്നു? അല്ല എന്നെനിക്കറിയാം. പിന്നെ കാഴ്ച ബംഗ്ലാവിൽ ഇരുമ്പടികൾക്കിടയിൽ ഇതാ ഈ ഗർജിക്കുന്ന സിംഹം സൂക്ഷിക്കപ്പെടുന്നു. കാരണം പുറത്തിറക്കി വിട്ടാൽ അത് മനുഷ്യനെ കൊന്നുകളയും. മൃഗങ്ങളുടെ രാജാവായ സിംഹം അതിന്റെ മുൻപിൽ ചന്ദ്രഗോളത്തിൽ കാലുകുത്തിയ മനുഷ്യൻ പേടിക്കുന്നു. മാൻപേടകൾ നൃത്തം നിർത്തുന്നു. കാട്ടാനകൾ വിരണ്ടോടുന്നു. നാട്ടാനകൾ ഒളിക്കുന്നു. സകല ജീവജന്തുക്കളും ഇതാ പേടിച്ച് ദൂരവേ മാറുന്നു. ഗർജിക്കുന്ന സിംഹത്തിന്റെ മുൻപിൽ മറ്റാർക്കും നിൽപ്പാനാവില്ല. മൃഗങ്ങളുടെ രാജാവാണ് സിംഹം. സദൃശവാക്യ പുസ്തകം 30-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഒന്നിനും വഴിമാറാത്ത സിംഹം. നിനക്ക് വേണമെങ്കിൽ വഴി മാറിപ്പോകണം. അവൻ ആരെയും കണ്ട് വഴി മാറാറില്ല. വടക്കേ ഇന്ത്യയിൽ ആരെയും പേടിക്കാത്ത ഒരു കൊച്ചു ബാലകനുണ്ടായിരുന്നു. വളരെ ധൈര്യശാലിയാ. 3 ചോദ്യങ്ങൾ അവനോട് ചോദിച്ചു. മോനെ, ഈ സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരു പട്ടി വന്നാൽ നീ എന്ത് ചെയ്യും? അവൻ ഉടനെ പറഞ്ഞു, ഞാൻ ഓടിച്ചു കളയും. 2-ാം ചോദ്യം, ഒരാന നിന്റെ എതിരിൽ വന്നാൽ എന്ത് ചെയ്യും? അവന്റെ മറുപടി, ഞാൻ ഓടി രക്ഷപ്പെടും. 3-ാം ചോദ്യം, ഒരു സിംഹം നിന്റെ നേരെ വന്നാൽ എന്ത് ചെയ്യും? പുഞ്ചിരിയോടെ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്യുകയില്ല. ചെയ്യാനുള്ളത് അവൻ ചെയ്തുകൊള്ളും. നോക്കൂ, ഓടിച്ചാൽ അവർ ഓടുകയില്ല. ഞാൻ ഓടിപ്പോയത് കൊണ്ട് പ്രയോജനമില്ല. പിന്നെ അവിടെ തന്നെ നിന്നു കൊടുക്കുന്നതാണ് നല്ലത് എന്ന കുട്ടി പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട്. ഒന്നിനും വഴി മാറാത്തതാണ് സിംഹം. ഇങ്ങനെ സകല മനുഷ്യരെയും കിടിലം കൊള്ളിക്കുന്ന പേടിപ്പിക്കുന്ന സിംഹത്തിന്റെ ശക്തി ഏതിലാണെന്നറിയാമോ? അതിന്റെ ജീവശ്വാസത്തിലാണ്. ഈ സിംഹത്തിന്റെ മൂക്കിലുള്ള ശ്വാസം നിന്നാൽ പിന്നെ നമുക്കതിനെ പേടിക്കാൻ ഒന്നുമില്ല. ജീവനുള്ള നായാണ് നല്ലത്. സിംഹത്തിന്റെ ശ്വാസം, ജീവശ്വാസം, അത് പോയി കഴിഞ്ഞാൽ നമുക്കതിന്റെ മുകളിൽ യുദ്ധം ചെയ്യാം, നൃത്തം ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല, പറന്നുപോകുന്ന തേനീച്ചയ്ക്ക് അതിന്റെ ഉടലിൽ കയറി കൂടുണ്ടാക്കാം. ആ കൂട്ടിൽ നിന്ന് തേനീച്ച നമുക്ക് വേണമെങ്കിൽ ആസ്വദിക്കാം. ആ മൃഗം നമ്മളെ ഒന്നും ചെയ്യില്ല. കാരണം അതിന്റെ ജീവൻ പോയി എന്നതാണ്. ഇതത്രേ സോളമൻ രാജാവ് പറയുന്നത്. ഒരു സിംഹം ചത്തുപോയാൽ പിന്നെ ജീവിക്കുന്ന നായാണ് നല്ലത്. ഡൽഹിയിൽ നിന്ന് എനിക്ക് ആഗ്ര വരെ പോകണമെങ്കിൽ 4 മണിക്കൂർ എടുക്കും ഡ്രൈവ് ചെയ്ത് പോകാൻ, ബസ്സിലോ ട്രെയിനിലോ കാറിലോ പോയാൽ. പക്ഷെ അന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ത് പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കട്ടെ, ബസ്സില്ല, ട്രെയിനില്ല, കാർ ഓടാൻ അനുവദിക്കില്ല. എങ്കിൽ പിന്നെ എനിക്ക് 2 മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെല്ലൂ, ഒരു ഫ്ലൈറ്റ് എടുക്കൂ, പറന്നാൽ 45 മിനിറ്റ് കൊണ്ട് എനിക്ക് ആഗ്രയിലെത്താം. ആകാശത്തിൽ പൊളിറ്റിക്കൽ പാർട്ടി ഒന്നും യുദ്ധം ചെയ്യുന്നില്ല. അത് കഴിയുന്നില്ലെങ്കിൽ പിന്നെ പോത്തിന്റെ വണ്ടിയോ കാളവണ്ടിയോ മതിയാകും. അതിന് 45 മണിക്കൂർ എടുക്കുമെന്നേ ഉള്ളൂ. പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ അത് നീങ്ങും. പക്ഷെ എനിക്ക് 45 മണിക്കൂർ കളയാനില്ല. ഞാൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നു, ടിക്കറ്റ് എടുത്തു, ഫ്ലൈറ്റ് റെഡി, എയർക്രാഫ്റ്റ് റെഡി, പൈലറ്റ് റെഡി, കോ പൈലറ്റ് റെഡി, പിന്നെ ആ രാവിലെ ഉള്ള സകല ഗ്രൗണ്ട് സ്റ്റാഫും റെഡി, എയർ ഹോസ്റ്റസ് റെഡി. ഇതെല്ലാം റെഡിയാണെങ്കിലും എഞ്ചിൻ ഡെഡ് ആണെന്ന് വിചാരിക്കൂ. ചത്തുപോയ എഞ്ചിൻ, ഡെഡ് എഞ്ചിനകത്ത് ഞാൻ ഇരിക്കുന്നതിനേക്കാൾ നല്ലതും ജീവനുള്ള കാളവണ്ടിയാണ്, ജീവനുള്ള പോത്തോടിക്കുന്ന വണ്ടിയാണ്.
ഇത് തന്നെയാണ് ഇവിടെയും പ്രസ്താവിച്ചതിന്റെ കാരണം. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു സിംഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ചത്തുപോയ നായാണ് നല്ലത്. ജീവന്റെ വാല്യൂ മനുഷ്യൻ മനസ്സിലാക്കണം. എങ്ങനെ മനുഷ്യനിൽ ജീവൻ ഉളവായി? വിശുദ്ധ വേദപുസ്തകം മാത്രമേ പറയുന്നുള്ളൂ. യഹോവയായ ദൈവം മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതിവിശുദ്ധ തിരുവെഴുത്തുകളിൽ 3 തരത്തിലുള്ള ജീവനെ കാണാൻ കഴിയും. ഒന്ന്, നാച്ചുറൽ ലൈഫ് അഥവാ സ്വാഭാവിക ജീവൻ. 2, സ്പിരിച്വൽ ലൈഫ് അഥവാ ആത്മീക ജീവൻ. 3, എബണ്ടന്റ് ലൈഫ് അഥവാ സമൃദ്ധിയായ ജീവൻ. നാച്ചുറൽ ലൈഫ്, സ്വാഭാവിക ജീവനാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ ചിന്തിച്ച വിഷയം. അത് കേവലം ഒരു ശ്വാസം മാത്രമാണ്. അത് പോയി കഴിഞ്ഞാൽ മനുഷ്യൻ വെറും പിണമാണ്, ജഡമാണ്, യാതൊരു പ്രയോജനമില്ല. ഈ ജീവൻ പോകുന്നതിന് മുന്നമേ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കണം. സ്വാഭാവിക ജീവൻ കേവലം ഒരു ശ്വാസമാണ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമാകുന്നുവെന്ന് 39-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഏത് നേരത്തെ ശ്വാസം നിൽക്കും, മരണം അതിന്റെ കരാള ഹസ്തങ്ങളോടുകൂടെ നിന്നെ പിടിച്ചു വേർതിരിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഇന്ന ദിവസം ഇത്രാം തീയതി ഇത്ര മണിക്ക് നീ മരിക്കുമെന്നറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ പ്രതികരണം എന്താകും? നിശ്ചയമായും അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ നീ ഒരു ലീവ് എടുക്കും. ആനുവൽ ലീവ്, സിക്ക് ലീവ്, കാഷ്വൽ ലീവ്, ഇതുപോലൊരു ലീവ് എടുത്ത്, ഡെത്ത് ലീവ് എടുത്ത് സകല പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് നിർമ്മലതയോടെ സ്വർഗത്തിൽ പോകാൻ കഴിയും. പക്ഷേ ദൈവം നിന്നെ അത് അറിയിച്ചിട്ടില്ല. ഏത് നേരത്തും ഏത് ദിവസത്തും ഏത് സ്ഥലത്ത് വെച്ചും മരണം പിടിക്കുന്നത് കൊണ്ട് നിന്റെ സ്വാഭാവിക ജീവനിൽ നിന്ന് വേർപെടുന്നതിന് മുന്നമേ നീ രക്ഷയുടെ നിർണയം പ്രാപിക്കണം. മൂഢാ, ഇന്ന് നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്നൊരു ചോദ്യം ലൂക്കോസ് 12:20 ഈ സ്വാഭാവിക ജീവനെ കുറിച്ചാണ്. ധനവാനായ ഒരു കാർഷിക മൂഢൻ അറകളെ പണിയുന്നു, വീട് പൊളിച്ചു പണിയുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്ക എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നു. ദൈവം അവനോട് ചോദിക്കുന്നു, ഹേ മൂഢ, ഇവിടത്തേക്കുള്ളതെല്ലാം നീ ശേഖരിച്ചു വെച്ചു, ഒരുപക്ഷെ ഇന്ന് നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? എന്റെ സ്നേഹിത, എന്റെ സഹോദര, ഇത് കേൾക്കുന്ന ഈ വചനം ശ്രദ്ധിക്കുന്ന വ്യക്തിയെ, നീ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ദൈവം കരുണ ചെയ്യണം. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ദൈവം കരുണ ചെയ്യണം. നാളത്തെ ദിവസം ഇതേ സമയം നീ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമോ അതറിയാൻ പാടില്ലാത്തത് കൊണ്ട് എപ്പോഴും നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമുണ്ടെങ്കിൽ നീ ഒരു ഭാഗ്യശാലിയാണ്. ഇതത്രേ സ്വാഭാവിക ജീവൻ. സൈക്കിളിന്റെ ടയർ പഞ്ചറായെന്നിരിക്കട്ടെ, ബാൽട്യൂബിൽ ഫിറ്റ് ചെയ്ത് ശരിക്ക് കാറ്റടിച്ചതിൽ നിറയ്ക്കാം. എന്നാൽ നീ പഞ്ചറായാൽ, നിന്റെ ശ്വാസം നിന്നാൽ, അതുപോലെ നിന്റെ മൂക്കിൽ ഒരു ഉപകരണം ഘടിപ്പിച്ച് എത്ര നേരം കാറ്റടിച്ച് നിറച്ചാലും അത് നിറയുകയില്ല. ഇലക്ട്രിസിറ്റി കൊണ്ട് അത് നിറയുകയില്ല. അത്യുന്നതന്റെ നിന്നിൽ ഊതിയ ജീവശ്വാസം പോയി കഴിഞ്ഞാൽ അത്യുന്നതനെ കൊണ്ട് മാത്രമേ അത് നിറയ്ക്കാൻ കഴിയുകയുള്ളൂ. ദൈവഭയത്തിൽ നീ വിശുദ്ധിയെ തികച്ച് നിത്യതയ്ക്കായി ഒരുങ്ങണം. രണ്ടാമത്തെ ജീവൻ സ്പിരിച്വൽ ലൈഫ് അഥവാ ആത്മീക ജീവനാണ്. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് ആത്മീക ജീവൻ. യേശുക്രിസ്തു മാത്രമേ പ്രസ്താവിച്ചിട്ടുള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മറ്റൊരിടത്ത് യേശു പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. മറ്റൊരിടത്ത് യേശു പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. വീണ്ടും യേശു ക്രിസ്തു പറയുന്നു, ഞാനാകുന്നു ജീവന്റെ അപ്പം. വീണ്ടും യേശു ക്രിസ്തു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ജീവജലദായകൻ, ജീവന്റെ അപ്പമായവൻ, പുനരുത്ഥാനം ജീവനുമായവൻ, വഴിയും സത്യവും ജീവനുമായവൻ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ഇതേ കാര്യം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എ സിന്നർ ഈസ് ഡെഡ് ഇൻ സിൻ. പാപി പാപത്തിൽ മരിച്ചു കിടക്കുന്നു. മറ്റൊരുദാഹരണം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 32-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണാം, മുടിയൻ പുത്രൻ
പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറു നിറപ്പാൻ ആഗ്രഹിച്ച് വീട് വിട്ടുപോയി. അവസാന സുബോധം വന്ന് മടങ്ങി വരുമ്പോൾ സസന്തോഷവനെ സ്വീകരിച്ച പിതാവിനെ നോക്കി അസൂയപ്പെട്ട മകനോട് പിതാവ് പറയുന്ന വാക്കെന്താണ്? ഈ നിന്റെ സഹോദരൻ, അല്ലെങ്കിൽ ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും ജീവിച്ചു. ദൈവഭവനത്തിൽ നിന്ന് മന്യപ്പെട്ട് പാപത്തിന്റെ മ്ലേച്ഛതയിൽ ജീവിക്കുന്ന പാപിയെ, നീ പാപത്തിൽ മരിച്ചു കിടക്കുന്നു, നിന്റെ ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഇതിനെ പുനർജീവിപ്പിക്കുവാൻ ദൈവപുത്രനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. ഓർമ്മയുണ്ടോ നയീനിലെ വിധവയുടെ ഏകജാതനായ മകന്റെ മരണവാർത്ത? ലൂക്കോസ് സുവിശേഷം 7-ാമത്തെ അധ്യായം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഒരു വിധവയുടെ ഏകജാതനായ മകൻ ചെറുപ്രായം മുതൽ പ്രതീക്ഷയോടെ വളർത്തി. അവന്റെ അപ്പൻ മരിച്ചുപോയി, ഒറ്റ മകനേ ഉള്ളൂ. ശൈശവം കഴിഞ്ഞു, ബാല്യം കഴിഞ്ഞു, യൗവനത്തിലേക്ക് വന്നു. ആ ചെറിയ കുഞ്ഞിനെ കൈ വളരുന്നു, കാൽ വളരുന്നു, മുട്ടുകാലിൽ ഇഴയുന്നു, പല്ല് വരുന്നു, പൊങ്ങിക്കളിക്കുന്നു. ഇതൊക്കെയും കണ്ടപ്പോൾ അമ്മ പ്രതീക്ഷയോടെ വളർത്തി, താരാട്ടുപാടി ഉറക്കി, ഉമ്മ വെച്ച് വളർത്തി. നഷ്ടപ്പെട്ടു പോയ പിതാവിന് പകരം ഈ പ്രിയ മകൻ വലുതാകുമ്പോൾ എനിക്ക് ഒരാശ്വാസമുണ്ടാകും. അവൻ ജോലി ചെയ്യും, അവൻ കുറെ പണം സമ്പാദിക്കും, എന്നെ പോഷിപ്പിക്കും. നിരവധി പ്രതീക്ഷകളോട് വളർത്തി. പെട്ടെന്ന് അവൻ പിടഞ്ഞു താഴെ വീഴുന്നു, കണ്ണുമുഴപ്പിക്കുന്നു, എന്തോ ചിലത് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. മോനെ, എന്ത് സംഭവിച്ചു? അയ്യോ, നിശ്ചലമായി, ഒരക്ഷരവും മിണ്ടുന്നില്ല. ആ കണ്ണുകൾ അടഞ്ഞുപോയി. ആയിരങ്ങൾ അവിടെ ഓടിക്കൂടി. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, പട്ടണത്തിലെ വലിയൊരു പുരുഷാരം ആ ഭവനത്തിലെത്തി. അന്ന് മോർച്ചറികളില്ലല്ലോ. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ, മണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വലിയൊരു പുരുഷാരം കൂടിയിട്ടുണ്ട്. അയ്യോ, ഈ സ്ത്രീക്ക് ഇത് ഭവിച്ചല്ലോ, അവൾക്ക് ഒരു ഭർത്താവില്ലല്ലോ, മറ്റൊരു കുഞ്ഞില്ലല്ലോ, എന്തോ ഒരു ഗതികേട്. വിധിയെ പ്രാകുന്നു ചിലർ, ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ചിലർ. ആശ്വാസം കൈക്കൊള്ളാതെ ആ മാതാവ് കരഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. മൃതശരീരം വഹിക്കുന്ന ആളുകളുടെ പിറകെ ആയിരക്കണക്കിന് ആളുകൾ കൂടിയിട്ടുണ്ട്. പട്ടണത്തിലെ വലിയൊരു പുരുഷാരം. അപ്പോൾ തന്നെ എതിരെ വരുന്നു മറ്റൊരു വലിയ പുരുഷാരം. ആ പുരുഷാരത്തിന് നടുവിൽ നിൽക്കുന്നത് യേശുക്രിസ്തുവാണ്. അവിടെ പുരുഷാരം കൂടാൻ കാരണം യേശുവാണ്. യേശു എന്തോ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്? ഇതിന് വിരോധമായി ചിലതാണ് പറയുന്നത്. ഈ ശവശരീരത്തിൽ നിന്ന് ഒരു വാക്കുപോലും വെളിയിൽ വരുന്നില്ല എന്നത് പരമാർത്ഥമാണ്. പക്ഷേ ഈ ലോകം കേട്ടിട്ടുള്ളതിലേക്കും വലിയ പ്രസംഗം ഈ മൃതശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നു, വാക്കും ഭാഷണവും കൂടാതെ. എന്താ അത് പറയുന്നത്? ഞാനാണ് മരണം, ഇന്ന് ഞാൻ, നാളെ നീ. ഒരു വിധവയുടെ മകനാണോ? ഐ ഡോണ്ട് കെയർ. നാളെ ഈ അമ്മ എങ്ങനെ ജീവിക്കും? എനിക്കതൊരു വിഷയമല്ല. ഏത് സ്ഥലത്തും ഞാൻ എത്തും, ഏത് നേരത്തും ഞാൻ എത്തും, ഏത് പ്രായത്തിൽ ഞാൻ എത്തും. ഞാൻ തൊട്ടാൽ കൊണ്ടേ പോകൂ. നാളെ വരിക എന്നോട് പറയരുത്. നാളെ ഞാൻ ഇതിലും തിരക്കുള്ളവനാണ്. ഞാനാണ് മരണം, എല്ലാം തീർന്നു, ആശയെല്ലാം പോയി. ഇങ്ങനെ നിരാശയുടെ വാക്കുകൾ മാത്രമാണ് മൃതശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും ഭാഷണവും കൂടാതെയുള്ള സന്ദേശം. എന്നാൽ എതിരെ വരുന്നത് യേശുക്രിസ്തുവാണ്. യേശു എന്നാ പറയുന്നറിയാമോ? ഞാനാണ് ജീവൻ, ഞാനാണ് പുനരുത്ഥാനം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാനാണ് ജീവജലദായകൻ. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നത് മരണം, മരണം, മരണം. തിരിച്ചു വരുന്നത് ജീവൻ, ജീവൻ, ജീവൻ. നയീൻ പട്ടണത്തിലെ ഗേറ്റിങ്കിൽ ബോഡി എത്തിക്കഴിഞ്ഞു. കുഴി റെഡി, ചോപ്പെട്ട് റെഡി, അടക്കുന്നവർ റെഡി, വിലാപക്കാർ റെഡി. ആ സമയത്ത് ഇതാ യേശു ആ ശവപ്പെട്ടിയുടെ അടുക്കലേക്ക് വന്നു. ആ സ്ത്രീയെ നോക്കിക്കൊണ്ട്, സ്ത്രീയെ കരയേണ്ട. അതിനുശേഷം ബാല്യക്കാരാ എഴുന്നേൽക്ക. ഈ 4 പദങ്ങളുടെ മുൻപിൽ മരിച്ചുപോയ ബാല്യക്കാരൻ എഴുന്നേൽക്കുന്നു. 2 പുരുഷാരത്തിൽപ്പെട്ട ആര് പ്രസ്താവിച്ചാലും ഈ ബാല്യക്കാരൻ എഴുന്നേൽക്കാനാവില്ല. വഴിയും സത്യവും ജീവനുമായവൻ, ജീവനും പുനരുത്ഥാനുമായവൻ പ്രസ്താവിച്ച ആധികാരികമായ വാക്കിന്റെ മുൻപിൽ ആ ബാല്യക്കാരൻ എഴുന്നേറ്റ സംഭവം ലൂക്കോസ് 11 ആ 2 പുരുഷാരത്തിൽപ്പെട്ട ആരും ഇപ്പോഴിവിടെ ഇല്ലെങ്കിലും
പ്രിയ സ്നേഹിത, ഉയർത്തെഴുന്നേൽപ്പിച്ച ക്രിസ്തു നിന്റെ സമീപത്തുണ്ട്. ഇതുപോലെ തന്നെയാണ് അതിക്രമത്തിലും പാപത്തിലും മരിച്ചു കിടക്കുന്ന പാപിയെ ജീവിപ്പിക്കുവാൻ ഒരു ലോകത്തിലെ മതകർത്താവിന് കഴിയുകയില്ല, മതസ്ഥാപകന് കഴിയുകയില്ല, ഗുരുവിന് കഴിയുകയില്ല, തത്വജ്ഞാനിക്ക് കഴിയുകയില്ല. പക്ഷേ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ എന്ന് പാടുന്ന പോലെ ജീവന്റെ ഉറവയായ, ജീവജലദാതാവായ, ജീവന്റെ അപ്പമായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ നീ വരൂ. മുഴങ്കാൽ മടക്കൂ, കണ്ണുനീരൊഴുക്കൂ, ഹൃദയംഗമായി പ്രാർത്ഥിക്കൂ. മരിച്ചു കിടക്കുന്ന, ആത്മീയമായി മൃതപ്രായ അവസ്ഥയിൽ കിടക്കുന്ന നിന്നിലേക്ക് ദിവ്യജീവൻ പകർന്നു തരും. ഇതത്രേ ആത്മീയ ജീവൻ. ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ഇപ്പോൾ രണ്ടുവിധ ജീവനെ കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഒന്ന് സ്വാഭാവിക ജീവൻ, അത് വിശ്വാസമാണ്. രണ്ട് ആത്മീക ജീവൻ, അത് യേശുക്രിസ്തു എന്ന വ്യക്തിയാണ്. ഇനി മൂന്നാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ നിനക്ക് വായിപ്പാൻ കഴിയും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഞാൻ വന്നതോ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ. ലൈഫ് ഇൻ അബണ്ടൻസ്. എന്താണ് ഈ സമൃദ്ധിയായ ജീവൻ? അതത്രേ പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് യേശുക്രിസ്തു പ്രസ്താവിച്ചു. അതാണ് സമൃദ്ധിയായ ജീവൻ. കേവലം ഒരു സ്വാഭാവിക ജീവൻ കൊണ്ട് പ്രയോജനമില്ല. ആത്മീക ജീവനും കൊണ്ട് മാത്രം നീ സന്തുഷ്ടി അടയാതെ സമൃദ്ധിയായ ജീവനിലേക്ക് വരണം. അതിന്റെ അഭാവമാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള ദൂതുണ്ടല്ലോ. അതിൽ 5-ാമത്തെ സഭയായ സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അത് സ്വാഭാവിക ജീവനല്ല, ആത്മീയ ജീവനുമല്ല. അവര് വിശ്വാസികളാണ്, ക്രിസ്ത്യാനികളാണ്, സഭയ്ക്കാണ് എഴുതുന്നത്. പിന്നെന്താ നീ മരിച്ചവനാകുന്നു എന്ന് പറയാൻ കാരണം? അവരുടെ അകത്ത് വ്യാപരിക്കേണ്ട സമൃദ്ധിയായ ജീവനില്ലാതെ പോയി, പരിശുദ്ധാത്മ ശക്തിയില്ലാതെ പോയി. അതിന്റെ ഫലമെന്താ? ഞാൻ നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പ്രവൃത്തിരഹിതമായ സഭ, നിർജീവമായ സഭ. എന്താണ് ദൈവം സഭയ്ക്ക് കൊടുത്ത പ്രവൃത്തി? ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ, പാപപങ്കിലമായ ലോകത്തിൽ രക്ഷിതാവായ ക്രിസ്തുവിനെ അറിയിക്കുക, സുവിശേഷം അറിയിക്കുക, ആത്മീയ മണ്ഡലത്തിലേക്ക് ജനങ്ങളെ, ആത്മാക്കളെ ആദായപ്പെടുത്തുക. ഇതാണ് സുവിശേഷീകരണമില്ലാത്ത സഭ, പ്രവൃത്തി ചെയ്യാത്ത സഭ നിർജീവമാണെന്ന് ഓർക്കണം. ജോയ് പാസ്റ്ററെ, ഞങ്ങള് ഇന്ന് വരെ ബൈബിൾ കോളേജിൽ പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഒഴിയരുത്. മനസ്സിലാക്കണം, ബൈബിൾ കോളേജിലെ പഠനം സുവിശേഷീകരണത്തിന് അനിവാര്യ ഘടകമായിരിക്കുന്നില്ല. ഉദാഹരണം, ശമര്യക്കാരി സ്ത്രീ യോഹന്നാൻ 4 അവളുടെ ജീവിതത്തിന്റെ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് ക്രിസ്തു വിരൽ ചൂണ്ടുന്നു. മാത്രമല്ല, ദിവ്യപ്രകാശത്തിന്റെ കിരണങ്ങൾ അവളുടെ അന്തരംഗത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഉടനെ അവൾ അടിപതറി വീഴുന്നു. അയ്യോ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന വാക്കിന്റെ മുൻപിൽ അവൾ സ്വയം സമർപ്പിക്കുന്നു. സകല പാപമംഗല ജീവിതത്തെ വിട്ട് മനപരിവർത്തനം ചെയ്ത് അവൾ കുടവും മറന്നു, കിണറും മറന്നു, ദാഹവും മറന്നു. ക്ഷണത്തിൽ ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ ശമരിയ പട്ടണത്തിൽ പോയി 100 കണക്കിന് ആളുകളെ ഇതാ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നു. അവൾ സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല, അവൾ സഭായോഗത്തിന് അറ്റൻഡ് ചെയ്തില്ല, അവൾ ഒരു ബൈബിൾ കോളേജിലും പോയില്ല. യേശുവിന്റെ ദിവ്യപ്രകാശം അവിടെ അകത്ത് വന്നപ്പോൾ ആ പ്രകാശ വലയത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുവാൻ ശ്രമിച്ചില്ലേ? എന്നെ കേൾക്കുന്ന യുവാവേ, യുവതിയെ, സഹോദര, സഹോദരി, ഇതിനേക്കാൾ എത്രയോ പ്രായം നിനക്കുണ്ട് ആത്മീയ ജീവിതത്തിൽ. ഇവിടെ ആധ്യാത്മിക ജീവിതത്തിന്റെ തുടക്കം കുറിച്ച് ഒരു നവജാത ശിശു മണിക്കൂറുകൾക്കുള്ളിൽ ശമരിയ പട്ടണത്തിലെ മിഷണറി വനിതയായി തീർന്നത് നിന്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഇനിയും ഗദർദേശത്തെ ഭൂതഗ്രസ്തനെ നോക്കൂ. അവരിൽ നിന്ന് ആയിരക്കണക്കിന് ഭൂതങ്ങളെ ക്രിസ്തുനാഥൻ പുറത്താക്കി. പരീക്ഷിക്കാനാവാം. യേശു പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്. പക്ഷേ അവൻ പറയാതിരിക്കുമോ? അവൻ പോയി 10 പട്ടണങ്ങളിൽ യേശുവിന്റെ സുവിശേഷം അറിയിച്ചു. നോക്കുക, നിങ്ങൾ അന്ധകാരത്തിന്റെ അധിപതിയായ
ദുഷ്ടാത്മാവിനാൽ പിടിക്കപ്പെട്ട് അവന്റെ അകത്ത് നിന്ന് പിശാചുക്കൾ വിട്ടു നീങ്ങിയപ്പോൾ അവന് ലഭിച്ച സ്വാതന്ത്ര്യം കൊണ്ട് അവൻ ഓടിപ്പോയി സുവിശേഷം അറിയിക്കുന്നു 10 പട്ടണങ്ങളിൽ. നോക്കൂ, പിശാചിനെ, ദുഷ്ടാത്മാക്കളെ പുറത്താക്കാൻ ആത്മവരമുള്ളവർക്ക് സാധിക്കും. യേശുവിന്റെ നാമത്തിൽ പോ പിശാച് എന്നൊക്കെ പറഞ്ഞാൽ ആത്മനിറവുള്ളവർ പ്രസ്താവിക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്തു പോകും. ദുരാത്മാക്കളെ പുറത്താക്കുന്നതിനേക്കാൾ വളരെ വിഷമമാ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരുത്തനെ സുവിശേഷ വേലയ്ക്ക് അയക്കുന്നത്. അവൻ തിന്നും കുടിച്ചും മീറ്റിംഗ് ആൻഡ് ഈറ്റിംഗ്, ഈറ്റിംഗ് ആൻഡ് മീറ്റിംഗ്, ഭജൻ ഭോജൻ, ഭോജൻ ഭജൻ, ഇതുപോലെ അകത്ത് കിടന്ന് കറങ്ങുകയല്ലാതെ പുറത്തേക്ക് പോയി സുവിശേഷം അറിയിക്കുന്നില്ല. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ നിവർത്തിച്ച രക്ഷണ്യവേല മാനവ ഹൃദയങ്ങളിൽ പതിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവാണ് പ്രസംഗകനെ പ്രേരിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ തന്നത് ആടാനും പാടാനും ചാടാനും തുള്ളാനും അന്യഭാഷ പറയാനുമല്ല. ഇതൊക്കെയും കോംപ്ലിമെന്ററിയായി ഇതിന്റെ കൂടുള്ളതാണ്. പക്ഷെ മുഖ്യ ഉദ്ദേശം സുവിശേഷീകരണമാണ്. ഇത് ആദിമസഭ ദൗത്യം ഏറ്റെടുത്തിരുന്നു. അതാണ് 1 കൊരിന്ത്യർ 15:58. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലെന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. ആ 1 കൊരിന്ത്യർ 15:58 ഈ പ്രബോധനം വ്യക്തിക്കല്ല, പൊതുസഭയോടും മുഴുവനുമായി പറയുന്നു. 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തജനവുമാകുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന ദൈവജനങ്ങൾ ഒറ്റക്കെട്ടായി യേശുവിന്റെ സുവിശേഷം അറിയിക്കണം. ആദിമ നൂറ്റാണ്ടിൽ 7 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ ഭൗതിക കാര്യ നിർവഹണമായിരുന്നവരെ ഏൽപ്പിച്ചതെങ്കിലും ആ 7 പേരിൽ ഒരുവൻ സ്തെഫാനോസ് പുറത്തേക്ക് ചാടി യേശുവിന്റെ സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അപ്പോൾ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. 7 അംഗ കമ്മിറ്റി 6 കുറഞ്ഞുപോയി. ഉടനെ ഫിലിപ്പോസ് എന്ന കമ്മിറ്റി മെമ്പറും അവനും പുറത്തേക്ക് പോയി. ശമരിയ പട്ടണത്തിൽ മുഴുവൻ സുവിശേഷം അറിയിച്ചു. ഐത്യോപ്യ രാജ്യത്തിലെ ധനകാര്യമന്ത്രിയായി ഷമ്മനെ സ്ഥാനപ്പെടുത്തത് ഈ കമ്മിറ്റി മെമ്പറല്ലേ? ഇങ്ങനെ കമ്മിറ്റിയുടെ ശക്തി കുറഞ്ഞു വന്നു. സുവിശേഷമോ അതിന്റെ പ്രചാരം ലഭിച്ചത് വർദ്ധിച്ചു വന്നു. സഹോദര, എങ്ങനെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടി കൂട്ട് എന്ന സ്വഭാവം അവസാനിപ്പിച്ചിട്ട് യേശുവിന്റെ സുവിശേഷത്തിന്റെ പ്രസംഗകനായി തീരുവാൻ നീ മുന്നോട്ട് വരൂ. സ്വർഗം മുഴുവൻ നിനക്ക് അനുകൂലമായിരിക്കും. നിന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എങ്കിൽ നീ ദൈവസന്നിധിയിൽ മരിച്ചുപോയി. ആത്മീക ജീവൻ നിനക്കുണ്ടായിരിക്കാം, സ്വാഭാവിക ജീവൻ നിനക്കുണ്ടായിരിക്കാം. എന്നാൽ ആത്മാവിന്റെ ശക്തിയിൽ സുവിശേഷത്തിന്റെ പ്രവൃത്തി നീ ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ സമൃദ്ധിയായ ജീവൻ നഷ്ടപ്പെട്ടു. ജീവനുള്ളവന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനായി പോയി. ഈ അവസ്ഥയെക്കുറിച്ച് അനുദപിക്കുമോ? കണ്ണുനീരൊഴുക്കുമോ? പ്രാർത്ഥിക്കുമോ? ഇവിടുന്ന് ഉയരത്തിലേക്ക് നാം പോകുമ്പോൾ ഒറ്റ പൈസയും കൊണ്ടുപോകില്ല, ഒരു വീടും പൊങ്ങത്തില്ല, നീ ഓടിക്കുന്ന കാറ് പൊങ്ങുകയില്ല, നിന്റെ റബ്ബർ എസ്റ്റേറ്റ് പൊങ്ങുകയില്ല, FD ഇട്ടേക്കുന്ന പണം പൊങ്ങുകയില്ല, NRI അക്കൗണ്ട് പൊങ്ങുകയില്ല. 2 ആത്മാക്കളെ നേടാൻ കഴിയുമോ? അതോടൊപ്പം നിനക്ക് സ്വർഗത്തിലെത്താം. സമർപ്പിക്കൂ, ആത്മാക്കളെ നേടൂ. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും. കണ്ണുകളെ അടയ്ക്കൂ, തലകളെ വണക്കൂ, പ്രാർത്ഥിക്കൂ. സ്വർഗസ്ഥനായ ദൈവമേ, അങ്ങയുടെ തിരുവചനത്തിനായി സ്തോത്രം. തിരുവചനം കേട്ട ഓരോരുത്തരെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പാപബോധവും നീതിബോധവും ന്യായബോധവും വരുത്തുന്ന പരിശുദ്ധാത്മാവ് ശക്തമായ ഹൃദയങ്ങൾ പ്രവർത്തിക്കട്ടെ. ആത്മീക ജീവൻ ഇതുവരെ ലഭിക്കാത്തവർക്ക് ആത്മീക ജീവൻ ലഭിക്കുവാനും സമൃദ്ധിയായ ജീവനില്ലാതെ നിർജീവമായി കിടക്കുന്ന വിശ്വാസികളും സഭകളും തങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായി സുവിശേഷീകരണത്തിൽ മുൻപോട്ട് വരുവാനും അങ്ങനെ ദൈവസന്നിധിയിൽ നവജീവൻ പ്രാപിക്കുവാനും ഈ വചന കേൾവി മുഖാന്തരമാക്കി തീർക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ